സംഖ്യാപുസ്തകം അധ്യായം 1. ഇസ്രായേൽ മക്കൾ മിസ്രയീം ദേശത്തു നിന്ന് പുറപ്പെട്ടതിന്റെ 2-ാം സംവത്സരം 2-ാം മാസം 1-ാം തീയതി യഹോവ സീനായ് മരുഭൂമിയിൽ സമാഗമന കൂടാരത്തിൽ വെച്ച് മോശയോട് അരുളി ചെയ്തത് എന്തെന്നാൽ, നിങ്ങൾ ഇസ്രായേൽ മക്കളിൽ ഗോത്രം ഗോത്രമായും കുടുംബം കുടുംബമായും സകല പുരുഷന്മാരെയും ആളാം പ്രതി പേർ വഴി ചാർത്തി സംഘത്തിന്റെ ആകെ തുക എടുക്കണം. നീയും അഹ്റോനും ഇസ്രായേലിൽ 20 വയസ്സു മുതൽ മേലോട്ട് യുദ്ധത്തിന് പുറപ്പെടുവാൻ പ്രാപ്തിയുള്ള എല്ലാവരെയും ഗണം ഗണമായി എണ്ണേണം. ഓരോ ഗോത്രത്തിൽ നിന്ന് തൻ്റെ കുടുംബത്തിൽ തലവനായ ഒരുത്തൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കണം. നിങ്ങളോട് കൂടെ നിൽക്കേണ്ടുന്ന പുരുഷന്മാരുടെ പേരാവിത്: രൂബേൻ ഗോത്രത്തിൽ ശെദേയൂരിന്റെ മകൻ എലീസൂർ. ശിമയോൻ ഗോത്രത്തിൽ സൂരിശദ്ധായുടെ മകൻ ശെലൂമിയേൽ. യഹൂദാ ഗോത്രത്തിൽ അമീനാദാബിന്റെ മകൻ നഹശോൻ. ഇസ്സഖാർ ഗോത്രത്തിൽ സുവാരിന്റെ മകൻ നെഥനയേൽ. സെബുലൂൻ ഗോത്രത്തിൽ ഹോലോന്റെ മകൻ എലീയാബ്. യോസെഫിന്റെ മക്കളിൽ എഫ്രൈം ഗോത്രത്തിൽ അമീഹൂദിന്റെ മകൻ എലിശാമ. മനശ്ശെ ഗോത്രത്തിൽ പെദാസൂരിന്റെ മകൻ ഗമാലിയേൽ. ബെന്യാമിൻ ഗോത്രത്തിൽ ഗിദെയോനിന്റെ മകൻ അബീദാൻ. ദാൻ ഗോത്രത്തിൽ അമീഷദായുടെ മകൻ അഹിയേസർ. ആശേർ ഗോത്രത്തിൽ ഒക്രാന്റെ മകൻ പഗിയേൽ. ഗാദ് ഗോത്രത്തിൽ ദെയുവേലിന്റെ മകൻ എലിയാസാഫ്. നഫ്താലി ഗോത്രത്തിൽ ഏനാന്റെ മകൻ അഹീര. ഇവർ സംഘത്തിൽ നിന്ന് വിളിക്കപ്പെട്ടവരും തങ്ങളുടെ പിതൃഗോത്രങ്ങളിൽ പ്രഭുക്കന്മാരായവരും ഇസ്രായേലിൽ സഹസ്രാധിപന്മാരും ആയിരുന്നു. കുറിക്കപ്പെട്ട ഈ പുരുഷന്മാരെ മോശയും അഹ്റോനും കൂട്ടിക്കൊണ്ടുപോയി 2-ാം മാസം 1-ാം തീയതി അവർ സർവ്വസഭയെയും വിളിച്ചുകൂട്ടി. അവർ ഗോത്രം ഗോത്രമായും കുടുംബം കുടുംബമായും ആളാം പ്രതി 20 വയസ്സു മുതൽ മേലോട്ട് പേര് പേരായി താന്താങ്ങളുടെ വംശവിവരം അറിയിച്ചു. യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ അവർ സീനായ് മരുഭൂമിയിൽ വെച്ച് അവരുടെ എണ്ണമെടുത്തു. ഇസ്രായേലിന്റെ മൂത്ത മകനായ രൂബേന്റെ മക്കളുടെ സന്തതികൾ കുലം കുലമായും കുടുംബം കുടുംബമായും ആളാം പ്രതി 20 വയസ്സു മുതൽ മേലോട്ട് യുദ്ധത്തിന് പ്രാപ്തിയുള്ള സകല പുരുഷന്മാരും പേര് പേരായി രൂബേൻ ഗോത്രത്തിൽ എണ്ണപ്പെട്ടവർ 46,500 പേർ. ശിമിയോന്റെ മക്കളുടെ സന്തതികളിൽ കുലം കുലമായും കുടുംബം കുടുംബമായും ആളാം പ്രതി 20 വയസ്സു മുതൽ മേലോട്ട് യുദ്ധത്തിന് പ്രാപ്തിയുള്ള സകല പുരുഷന്മാരും പേര് പേരായി ശിമയോൻ ഗോത്രത്തിൽ എണ്ണപ്പെട്ടവർ 59,300 പേർ. ഗാദിന്റെ മക്കളുടെ സന്തതികളിൽ കുലം കുലമായും കുടുംബം കുടുംബമായും 20 വയസ്സു മുതൽ മേലോട്ട് യുദ്ധത്തിന് പ്രാപ്തിയുള്ള സകല പുരുഷന്മാരും പേര് പേരായി ഗാദ് ഗോത്രത്തിൽ എണ്ണപ്പെട്ടവർ 45,650 പേർ. യഹൂദായുടെ മക്കളുടെ സന്തതികളിൽ കുലം കുലമായും കുടുംബം കുടുംബമായും 20 വയസ്സു മുതൽ മേലോട്ട് യുദ്ധത്തിന് പ്രാപ്തിയുള്ള സകല പുരുഷന്മാരും പേര് പേരായി യഹൂദാ ഗോത്രത്തിൽ എണ്ണപ്പെട്ടവർ 74,600 പേർ. ഇസ്സഹാരിന്റെ മക്കളുടെ സന്തതികളിൽ കുലം കുലമായും കുടുംബം കുടുംബമായും 20 വയസ്സു മുതൽ മേലോട്ട് യുദ്ധത്തിന് പ്രാപ്തിയുള്ള സകല പുരുഷന്മാരും പേര് പേരായി ഇസ്സഖാർ ഗോത്രത്തിൽ എണ്ണപ്പെട്ടവർ 54,400 പേർ. സെബുലൂന്റെ മക്കളുടെ സന്തതികളിൽ കുലം കുലമായും കുടുംബം കുടുംബമായും 20 വയസ്സു മുതൽ മേലോട്ട് യുദ്ധത്തിന് പ്രാപ്തിയുള്ള സകല പുരുഷന്മാരും പേര് പേരായി സെബുലൂൻ ഗോത്രത്തിൽ എണ്ണപ്പെട്ടവർ 57,400 പേർ. യോസഫിന്റെ മക്കളിൽ എഫ്രയീമിന്റെ മക്കളുടെ സന്തതികളിൽ കുലം കുലമായും കുടുംബം കുടുംബമായും 20 വയസ്സു മുതൽ മേലോട്ട് യുദ്ധത്തിന് പ്രാപ്തിയുള്ള സകല പുരുഷന്മാരും പേര് പേരായി എഫ്രൈം ഗോത്രത്തിൽ എണ്ണപ്പെട്ടവർ 40,500 പേർ. മനശ്ശെയുടെ മക്കളുടെ സന്തതികളിൽ കുലം കുലമായും കുടുംബം കുടുംബമായും 20 വയസ്സു മുതൽ മേലോട്ട് യുദ്ധത്തിന് പ്രാപ്തിയുള്ള സകല പുരുഷന്മാരും പേര് പേരായി മനശ്ശെ ഗോത്രത്തിൽ എണ്ണപ്പെട്ടവർ
32,200 പേർ. ബെന്യാമിന്റെ മക്കളുടെ സന്തതികളിൽ കുലം കുലമായും കുടുംബം കുടുംബമായും 20 വയസ്സ് മുതൽ മേലോട്ട് യുദ്ധത്തിന് പ്രാപ്തിയുള്ള സകല പുരുഷന്മാരും പേര് പേരായി ബെന്യാമിൻ ഗോത്രത്തിൽ എണ്ണപ്പെട്ടവർ 35,400 പേർ. ദാന്റെ മക്കളുടെ സന്തതികളിൽ കുലം കുലമായും കുടുംബം കുടുംബമായും 20 വയസ്സ് മുതൽ മേലോട്ട് യുദ്ധത്തിന് പ്രാപ്തിയുള്ള സകല പുരുഷന്മാരും പേര് പേരായി ദാൻ ഗോത്രത്തിൽ എണ്ണപ്പെട്ടവർ 67,700 പേർ. ആശേരിന്റെ മക്കളുടെ സന്തതികളിൽ കുലം കുലമായും കുടുംബം കുടുംബമായും 20 വയസ്സ് മുതൽ മേലോട്ട് യുദ്ധത്തിന് പ്രാപ്തിയുള്ള സകല പുരുഷന്മാരും പേര് പേരായി ആശേർ ഗോത്രത്തിൽ എണ്ണപ്പെട്ടവർ 41,500 പേർ. നഫ്താലിയുടെ മക്കളിൽ സന്തതികളിൽ കുലം കുലമായും കുടുംബം കുടുംബമായും 20 വയസ്സ് മുതൽ മേലോട്ട് യുദ്ധത്തിന് പ്രാപ്തിയുള്ള സകല പുരുഷന്മാരും പേര് പേരായി നഫ്താലി ഗോത്രത്തിൽ എണ്ണപ്പെട്ടവർ 53,400 പേർ. മോശയും അഹ്റോനും ഗോത്രത്തിന് ഒരുവൻ വീതം ഇസ്രായേൽ പ്രഭുക്കന്മാരായ 12 പുരുഷന്മാരും കൂടി എണ്ണമെടുത്തവർ ഇവർ തന്നെ. ഇസ്രായേൽ മക്കളിൽ ഗോത്രം ഗോത്രമായി 20 വയസ്സ് മുതൽ മേലോട്ട് യുദ്ധത്തിന് പ്രാപ്തിയുള്ള സകല പുരുഷന്മാരുമായി എണ്ണപ്പെട്ടവരാകെ 6,03,550 പേർ ആയിരുന്നു. ഇവരുടെ കൂട്ടത്തിൽ ലേവ്യരെ പിതൃഗോത്രമായി എണ്ണിയില്ല. ലേവി ഗോത്രത്തെ മാത്രം എണ്ണരുത്, ഇസ്രായേൽ മക്കളുടെ ഇടയിൽ അവരുടെ സംഖ്യ എടുക്കുകയും അരുത് എന്ന് യഹോവ മോശയോട് കൽപ്പിച്ചിരുന്നു. ലേവ്യരെ സാക്ഷി നിവാസത്തിനും അതിൻ്റെ ഉപകരണങ്ങൾക്കും വസ്തുക്കൾക്കുമൊക്കെ വിചാരകന്മാരായി നിയമിക്കണം. അവർ തിരുനിവാസവും അതിൻ്റെ ഉപകരണങ്ങളൊക്കെയും വഹിക്കണം. അവർ അതിന് ശുശ്രൂഷ ചെയ്യുകയും തിരുനിവാസത്തിന്റെ ചുറ്റും പാളയമടിച്ചു പാർക്കുകയും വേണം. തിരുനിവാസം പുറപ്പെടുമ്പോൾ ലേവ്യർ അത് അഴിച്ചെടുക്കണം. തിരുനിവാസം അടിക്കുമ്പോൾ ലേവ്യർ അത് നിവർക്കണം. ഒരന്യൻ അടുത്തു വന്നാൽ മരണശിക്ഷ അനുഭവിക്കണം. ഇസ്രായേൽ മക്കൾ ഗണം ഗണമായി ഓരോരുത്തൻ താൻ താൻ്റെ പാളയത്തിലും ഓരോരുത്തൻ താൻ താൻ്റെ കൊടിക്കരികെയും ഇങ്ങനെ കൂടാരമടിക്കണം. എന്നാൽ ഇസ്രായേൽ മക്കളുടെ സംഘത്തിന്മേൽ ക്രോധം ഉണ്ടാകാതിരിക്കേണ്ടതിന് ലേവ്യർ സാക്ഷി നിവാസത്തിന് ചുറ്റും പാളയം ഇറങ്ങണം. ലേവ്യർ സാക്ഷി നിവാസത്തിന്റെ കാര്യം നോക്കണമെന്ന് യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ എല്ലാ ഇസ്രായേൽ മക്കളും ചെയ്തു. അതുപോലെ തന്നെ അവർ ചെയ്തു.